ഹായ് ഗൈസ്, വെൽക്കം ടു ദ പുതിയൊരു വീഡിയോ. അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് പടക്കങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടത് പൊട്ടിക്കാനായിട്ടുള്ളൊരു പരിപാടിയിലായിരുന്നു. സോ ഞാൻ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. ഇത് രണ്ടും മോളിൽ പോയി പൊട്ടണം. ഇതാണ് കത്തിച്ചിട്ട് 60 പ്രാവശ്യം പോയി പൊട്ടി. ഇത് 15 പ്രാവശ്യം പൊട്ടി. പടക്കത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ കത്തിക്കുന്ന സാധനം. ഒന്ന് പടക്കങ്ങളെ പറ്റി രണ്ട് വാക്കൊന്നും പറയാമോ? അഖിലേട്ടന് പനിയാണ്. അഖിലേട്ടൻ എന്താണ് ശീല? ഇതെന്താണ്? ഇത് പുതിയ പടക്കമാണോ? ഇത് ലൈറ്ററാണ് ഗൈസ്, ഇത് പടക്കമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് സാധനങ്ങൾ. അപ്പം നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ വലിയ സൗണ്ടുള്ള പടക്കങ്ങൾ വരുമ്പോൾ ഞാൻ കളത്തിലുണ്ടാവില്ല, ഞാൻ മാറി നിൽക്കും. സൗണ്ടില്ലാത്ത പടക്കങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാൻ ഇറങ്ങുള്ളൂ. എൻ്റെ മേത്തിട്ടത് ഇവിടുത്തെ ഒരു അമ്പൻ സാധനമാണ് നമ്മൾ ഇറക്കുന്നത്. ഇത് പുത്തമ്പേലിക്കര പഞ്ചായത്തിലെ ബോസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ആ അതെ, കളർ മാറുന്നുണ്ട്, ശീലു എല്ലാവരും മാറുന്നുണ്ട്. ധൈര്യം പോരെ, പിന്നെ എന്താ വാങ്ങിച്ചത്? എന്തെന്ന് വീഡിയോ എടുക്കണ്ടേ? ഞാനിവിടെ നിന്നോളാം. അതിന് വലിയ സൗണ്ടൊന്നുമില്ല അതിന്. ആ അത് ഞാൻ പൊക്കോളാന്ന്, അത് കത്തിക്കട്ടെ. ഓട് ഓട് ഓട്. ഇതെങ്ങനെ പൊട്ടിയില്ലെങ്കിൽ ആക്കിക്ക് നാണക്കേടാണ്. ഞാനിത് എല്ലാ കൊല്ലം പൊട്ടണതാണ്. പോയിട്ടാ തലയിൽ എന്താണ്? ഷീലയുടെ വകയാണ്. ഷീല എന്താ കുന്തളിപ്പ് കാണിക്കുന്നുണ്ട്, അതെന്താന്ന് ആർക്കും അറിയില്ല. എന്തത്? കഴിച്ചിട്ടാവാൻ ബാക്കി. വലിയ സാധനങ്ങൾ വരുമ്പോൾ മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. എല്ലാം കണ്ടെന്ന് നിങ്ങൾക്ക് എനിക്ക് ബോറടിയും. ഓക്കെ, അവർ തമ്മിൽ എന്തോ കൈമാറുന്നുണ്ടോ, എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ഏട്ടാ ഓടിക്കോ ഏട്ടാ. കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ ഒന്ന് നോക്കിയപ്പോണ്ടാ ചുമന്ന പുകയിട്ടുള്ള കുറേ മനുഷ്യര്. അച്ഛൻ്റെ ഈ നിപ്പ് കാണുമ്പോൾ എനിക്ക് അവെഞ്ചേഴ്സാണ് ഓർമ്മ വരുന്നത്. അവെഞ്ചേഴ്സ് അസംബിൾ. എന്തെങ്കിലും ഒന്ന് കത്തിച്ചില്ലെങ്കിൽ മോശമല്ലേ? കൂട്ടത്തിൽ എളുപ്പമുള്ളൊരു സാധനം നോക്കി ഞാനും പിടിച്ചു. ഞാൻ എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാമോ? ഇത്രയും നേരം പടക്കം മാർവേൽ യൂസ് ആയിരുന്നു. ഷീല നിന്ന് കത്തൂട്ടാ. അശോ, ഷീലാണ് ആക്ച്വലി പടക്കം പൊട്ടിക്കലിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളതും. ഈ ഷീലക്ക് വല്ലാത്തൊരു ആവേശമാണ്. മാറുശീല അത് കൊണ്ടുപോകും. ആ ഞാൻ കെട്ടിന് തള്ളിടാ. ഒരുവിധം സമാഗമം ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് കുറച്ച് നേരം നിന്നപ്പോൾ എനിക്ക് ഭ്രാന്തായി. ഞാൻ അതിൽ നിന്ന് വിട്ട് മാറുകയാണ്. ഷീലക്ക് ഭയങ്കര ഉത്സാഹമാണ്. ഷീലത്തിൽ പോകുന്നു. കുറേ സ്മോക്കും സൗണ്ടൊന്നും എനിക്ക് അത്ര പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങ് മാറുകയാണ്. വിഷുവിൻ്റെ അന്ന് രാവിലെ ട്രിവാൻഡ്രത്ത് മാമൻ്റെ മോളുടെ കല്യാണത്തിനൊക്കെ പോകണമെന്ന് പറഞ്ഞ് റെഡിയായിരുന്ന ഒരു മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. പട്ടക്കം പൊട്ടാം. ആ മനുഷ്യൻ്റെ അവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാം. കിടക്കണ കിടപ്പ് കണ്ടോ? എങ്ങനെ ഇരുന്ന മനുഷ്യനാണ്. പനിച്ച് വിറച്ച് കിടക്കുന്നുണ്ട്. കല്യാണത്തിന് പോണില്ലേ?
ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഏപ്രിൽ 14 വിഷു. സോ ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു ഹാപ്പി വിഷു നേരുന്നു. ഇന്ന് സംസാരിക്കാം, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ എനിക്ക് വിഷു അത്ര സുഖമില്ല. കാരണം അക്കി ഇവിടെ ഇല്ല. അക്കി ട്രിവാൻഡ്രത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു, മാമൻ്റെ മോളുടെ കല്യാണത്തിന് പോയേക്കാണ്. അപ്പോൾ അത് എനിക്ക് ട്രിവാൻഡ്രം വരെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു കണ്ടീഷനിൽ. അപ്പോൾ അക്കിയും കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ അത് ഫാമിലിയിൽ ചെറിയൊരു ചർച്ചാ വിഷയമാവാൻ ചാൻസ് ഉണ്ട്. സോ അക്കി എന്തായാലും മാരേജിന് പോയേക്കാണ്. അക്കി നാളെ വരും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെറുതായിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ അക്കി വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ കണി വെച്ച സമയത്ത് എടുക്കാൻ പറ്റിയില്ല. കാരണം ഉറക്കപ്പിച്ചിലായതുകൊണ്ടാണ് നേരത്തെ എനിക്കൊരു വിളവും ബോധം ഉണ്ടായില്ല. വിഷുവിനെ പറ്റി 2 വാക്ക് സംസാരിക്കാം. വിഷുവിനെ പറ്റിയിട്ട് 5 മാർക്കിൻ്റെ ചോദ്യം. വിഷു പടക്കമൊക്കെ പൊട്ടിക്കുക, പായസം കുടിക്കുക, ഭക്ഷണം കഴിക്കാന്നല്ലാണ്ട് വിഷുവിൻ്റെ ഒരു ഐതിഹ്യത്തെ പറ്റി 2 വാക്ക് സംസാരിക്കാം. വിഷുവിൻ്റെ ഐതിഹ്യമോ? എന്താണ് ശീല? എന്തിനോ വേണ്ടി ഒരു വിഷു എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് പറയാമോ? 2 വാക്ക്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഏതാണ് തിന്മ, ഏതാണ് നന്മ? നന്മ കുടുംബശ്രീയുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. രാവണനാ? അത് രാവണത്തിലല്ലേ? അല്ല, അതുമായിട്ട് ബന്ധമുണ്ടോ? രാവണനായിട്ട് ബന്ധമുണ്ടാ? മഹാവിഷ്ണു നരസിംഹാവതാരം കൊണ്ട് ഹിരണ്യകശുവിനെ വധിച്ച് ലോകത്തിന് സമാധാനം നൽകിയ ദിവസമെന്ന് പറയപ്പെടുന്നു. അതാണ് അതിൻ്റെ എത്തിക്ക. അപ്പോൾ രാവിലെ നമ്മൾ പുട്ട് കഴിച്ചിട്ടാണ് വിഷു ആരംഭിക്കുന്നത് അല്ലേ? പുട്ടുശീലല്ല, ശീല സുന്ദരിയായിട്ടുണ്ട് അല്ലേ? കുറച്ച് സുന്ദരി. ഇതെന്ത് സാധനം? ഇത് വീഡിയോ എടുക്കണ സാധനം. ശാസ്ത്രത്തിൻ്റെ വളർച്ച ശീല അറിയണില്ല. അത് ഇന്നെന്താ സ്പെഷ്യൽ? ഉച്ചയ്ക്ക് സ്പെഷ്യൽ പറയാമോ? പറഞ്ഞോ ഇനി പറ. ഇഞ്ചിക്കറി, ഉള്ളിക്കറി, മാങ്ങച്ചാറ്, മാമ്പഴപ്പുളിശ്ശേരി, അവിയൽ, പരിപ്പ് പായസം. അത് പറഞ്ഞല്ല, ആദ്യം പറഞ്ഞില്ലേ? കേട്ടില്ല, ഒന്നുകൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പരിപ്പ് പായസം. അപ്പം അതാണ് നമ്മുടെ വിഷുവായിട്ട് സ്പെഷ്യൽ. അഖിലേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? അഖിലേട്ടൻ ഇല്ലാണ്ട് പിന്നെ മിസ് ചെയ്യുന്നുണ്ട്. വരുമ്പോൾ സ്നേഹമൊന്നും കാണാറില്ല, അടിയാണല്ലോ 2 കൂടെ. അപ്പം ഇത് അച്ഛനോട് പുട്ടും പഴവും കൂട്ടി പിടിക്കുന്നുണ്ട്. പുട്ട് കഴിച്ച് കഴിഞ്ഞപ്പം പായസം റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പിന്നെ അതിൻ്റെ ടേസ്റ്റും കൂടെ നോക്കിയേക്കാം. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മസ്റ്റാണ്. ഇത്തവണ അഖിലേട്ടൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്രക്ക് അങ്ങോട്ട് ഗംഭീരാക്കണില്ല അല്ലേ? അഖിലേട്ടൻ വന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഗംഭീരാക്കാനാണ് പറയണത്. എന്താ ഇത്? ശിവ കരിമീനോ? ഇവിടങ്ങളിലൊക്കെ വിഷുവിന് നോൺ വെജ് ഉണ്ട് അല്ലേ ശീലേ? നമ്മൾ ഓണത്തിനാണ് വെജ്, നമ്മൾ വിഷുവിന് നോൺ വെജാണ് കേട്ടോ. അപ്പം അതിനടുത്ത് എതിർപ്പുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ ഇങ്ങനെയാണ്. ഷീലുവിൻ്റെ ചെറുപ്പകാലത്തെ വിഷുവിനെ പറ്റി 2 വാക്ക് പറയാമോ? ചെറുപ്പകാലത്ത് ഇപ്പോഴത്തെ വിഷുവും അന്നത്തെ വിഷുവും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇന്നത്തെ വിഷു അന്നത്തെ വിഷുവും സെയിം ആണെന്നാണ് പറയുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ ഇത്രയും ആർഭാടം ഉണ്ടാവില്ല. ഇന്നത്തെ അത്ര സാമ്പത്തികം ഒന്നുമില്ലല്ലോ അന്ന്. പിന്നെ നിങ്ങൾ എത്ര മക്കളായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 6 മക്കൾ. 6 മക്കൾക്ക് സദ്യ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അത് സദ്യയൊക്കെ ഉണ്ടാക്കും. പിന്നെ പടക്കമൊന്നും ഇതേപോലെ ഒന്നും
ഒരുപാട് രൂപക്കൊന്നും വാങ്ങിക്കൊന്നുമില്ല. 50 രൂപക്കാണ് പടക്കം മേടിച്ചത്. 50 രൂപ. കമ്പിത്തിരി, ഒരു വാളിപ്പടക്കം, മേശാപ്പൂവ്, തീപ്പെട്ടിക്കൊള്ളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം. പാമ്പ് എനിക്ക് ഓർമ്മയുണ്ട്. പാമ്പ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ മേടിക്കുള്ളൂ. പിന്നെ സദ്യയൊക്കെ ഒരുക്കും. ലളിതമായ വിഷുവായിരുന്നു അല്ലേ? ലളിതമായ വിഷുവായിരുന്നു. വിഷു കൈനീട്ടം തന്നത് വല്ല 1 രൂപ 2 രൂപയൊക്കെ തരുള്ളൂ. 500-ൻ്റെ 1000-ൻ്റെയും 2000-ൻ്റെ ഒന്നും തരില്ല. ഇതാണ് നമ്മുടെ കുഞ്ഞു വിഷുസദ്യ. അച്ഛൻ മാമ്പഴപ്പുളിശ്ശേരി വിളമ്പുന്നത് കണ്ടോ? എനിക്ക് മാങ്ങ വേണമെന്നില്ല കേട്ടോ, എനിക്ക് ചാറ് മതി. എനിക്കങ്ങനെ വലിയ അത്യാഗ്രഹമൊന്നുമില്ല. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ വിഷു സദ്യ. വളരെ ഒരു ചെറിയ സദ്യയാണ്. ടൈം കിട്ടിയുള്ളൂ. അപ്പൊ നമ്മുടെ സദ്യ ഉണ്ടാൻ പോവേണല്ലേ ശിലേ? അതെ. ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു ഉണ്ടോട്ടേട്ടാ. കുഞ്ഞു സദ്യ ആയിരുന്നെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അക്കിയെ മിസ് ചെയ്ത്. പിന്നെ അക്കിയും അവിടെ സദ്യ ഉണ്ടെന്നുണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. ലാസ്റ്റ് പായസം കൂട്ടി പിടിച്ച് അവസാനിപ്പിച്ചു. തലേന്ന് ഞങ്ങൾ കുറച്ച് പടക്കങ്ങൾ ബാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് വിഷുവിൻ്റെ അന്ന് എന്തെങ്കിലും പൊട്ടിക്കാൻ വേണ്ടിയെന്ന് വെച്ച് ബാക്കി വെച്ചാണ്. അതും കൂടെ പൊട്ടിച്ചു. അങ്ങനെ വിഷു കളറാക്കി. വരുന്നതാണ് നമ്മുടെ അഖിലേട്ടൻ. അഭിവാദ്യങ്ങൾ സഹാവേ, അഭിവാദ്യങ്ങൾ. ആ വരവ് കണ്ടോ? തിരിഞ്ഞുള്ള നോട്ടം കണ്ടോ? നോക്കിക്കൊണ്ടുള്ള നടത്തം കണ്ടോ? കേട്ട് പനിയൊക്കെ പിടിച്ച് കല്യാണത്തിന് പോയി വന്നേക്കാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് പോണ്ടെന്ന്. ജീവിതമാകുന്ന കടലപ്പരിപ്പല്ലേ ഞാൻ നല്ലതാണ് കേട്ടാ. അപ്പൊ ഇന്ന് ഏപ്രിൽ 15. അപ്പൊ അത് തകർക്ക് ശീലല്ല, ഷീല് വന്നതിൻ്റെ ഒരു ഷേയാക്കിലിട്ട് വന്നതിൻ്റെ ഒരു ആഘോഷമാണ് നമ്മളിന്ന് നടത്താൻ പോകുന്നത്. ഏത് പനിയിലാകലേട്ടനെ ഉണർത്തിയ ആ വാക്ക് മട്ടൻ കറി. അതെ, ശരി. അതെ, ഷീലുവിന്റെ മട്ടൻ കറി അതെ. എടാ നീ എന്നെ കൂടുതലങ്ങ് പുകഴ്ത്താതെടാ. ആര് വരുന്നല്ലോ. അമ്മയുടെ അടുത്ത് ചെല്ലരുത്, അമ്മ എന്റെ അടുത്ത് വരും. ഷീലുവിന്റെ മട്ടൻ ഏട്ടാ കുഴൽ എനിക്കറിഞ്ഞേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രണ്ടാം വിഷുവിൻ്റെ സദ്യ. ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ കറിയാണ് ഷീലുവിൻ്റെ. ഊതല്ലേ ഊതല്ലേ ഊതല്ലേ. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുള്ളൂ, ഒരു മാതിരി കഥകളിലെ കത്തിവേഷം പോലെ. അപ്പോൾ അതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷു വിശേഷങ്ങൾ. അക്കി ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉഷാറൊക്കെ ആയിട്ട് പോയി വന്ന് ഫുഡ് കഴിച്ച് ഇത്ര നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. പോയിട്ടുണ്ട്, എന്താവോ എന്തോ ഇപ്പോൾ കുറവുണ്ട് എന്തായാലും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വിഷു? അടിച്ചു പൊളിച്ചായിരുന്നു. എൻ്റെ വിഷു ആക്ച്വലി അത്ര നന്നായെന്ന് വെച്ചാൽ അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം അക്കിക്ക് തീരെ വയ്യായിരുന്നു. ആ വയ്യായിക്കും വെച്ച് കല്യാണത്തിന് പോയി അതിൻ്റെയും ടെൻഷനായിട്ടാണ് ഞാനോട് ഇരുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഓണായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലക്കീനെ കണ്ടപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടി. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അണ്ടിൽ ദെൻ ടാറ്റാ.